അസ്സലാമു ഹായ് ഫ്രണ്ട്സ്. എന്താണ് ഗൂഗിൾ ഡോക്സ്, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലരും വേർഡ് ഉപയോഗിക്കാറുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ സമാനമായ സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണുകളിലും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പല ഡാറ്റകളും അതിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കാറുണ്ട്, ടൈപ്പ് ചെയ്ത് വെക്കും, ഫയലാക്കി വെക്കും. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. ആ ഫയലുകൾ നമ്മൾ കാണുവാനും എഡിറ്റ് ചെയ്യുവാനും ഒക്കെ ആ ലാപ്പോ അല്ലെങ്കിൽ ആ മൊബൈലൊക്കെ നമ്മുടെ കയ്യിൽ വേണം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ഡോക്സിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും എപ്പോഴും നമുക്കത് ഓപ്പൺ ചെയ്യുവാനും ആക്സസ് ചെയ്യുവാനും പറ്റും. അത് നമുക്ക് എഡിറ്റ് ചെയ്യുവാനും അതുപോലെ കൂട്ടിച്ചേർക്കുവാനും ഒഴിവാക്കുവാനും അത് പുതിയതുണ്ടാക്കുവാനും അതിലുപരി അത് നമ്മൾ മറ്റുള്ള നമ്മളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യുവാനും അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനും ഒഴിവാക്കുവാനും ഒക്കെ സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരേ സമയം വലിയൊരു ഫയൽ ഉണ്ടാക്കാൻ ഗൂഗിൾ ഡോക്സിലൂടെ നമുക്ക് സാധിക്കും. എങ്ങനെ ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കാൻ നോക്കാം. കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ എടുക്കുക, അതിൻ്റെ വലത് ഭാഗത്തുണ്ടാകും ഒരു ബോക്സ്, ആ ചതുര ബോക്സിലുണ്ട് ഗൂഗിൾ ഡോക്സ് ഉണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ബോക്സിൽ ഗൂഗിൾ ഡോക്സ് ടൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ അതിൻ്റെ ലിങ്ക് വരും. ഇതാണ് ഗൂഗിൾ ഡോക്സ്. ഇവിടെ തുറന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് മോഡലുകൾ കാണാം. ഫസ്റ്റ് ബ്ലാങ്ക്, ലെസൺ പ്ലാൻ, റെസ്യൂം, ലെറ്റർ, അങ്ങനെ ഒരുപാട് മോഡലുകൾ കാണാം. ഇതിലേതെങ്കിലും നമുക്ക് ആവശ്യാനുസരണം എടുത്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. ഇപ്പോൾ റെസ്യൂം, ഒരാൾ CV ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ റെസ്യൂം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു മോഡൽ CV അവിടെ തുറന്നു വരും. അവിടെ നമുക്ക് നമ്മുടെ പേരുകളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു CV പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു CV തയ്യാറാക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ പിന്നെ സേവ് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഓട്ടോ സേവ് ആണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളവിടെ ഹോമിൽ പോയി കഴിഞ്ഞാൽ അവിടെ റെസ്യൂം നമ്മളവിടെ സേവ് ചെയ്തു, അവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു ബ്ലാങ്ക് എടുക്കാം. അപ്പോൾ ഒരു വേർഡ് ഫയൽ പോലെ ഒരു ഫയൽ ഇവിടെ ഓപ്പണായി വന്നു. അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്തു. പിന്നെ ഇവിടെ ഒരുപാട് ടൂളുകളുണ്ട്. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ ഉപയോഗിക്കുന്ന പരിചയമുള്ള ടൂളുകൾ തന്നെയാണ്. ഇവിടെ ഫോണ്ട്, നമുക്ക് ഇഷ്ടമുള്ള മോഡലുകൾ തിരഞ്ഞെടുക്കാം. ഫോണ്ട് സൈസ്, അതിൻ്റെ സൈസ് നമുക്ക് മാറ്റാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ഭാഗമാണോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം. അപ്പോഴേ അതിൻ്റെ എഫക്റ്റ് അവിടെ വരുള്ളൂ. ബോൾഡ് ചെയ്തു, ഇറ്റാലിക്സ്, അണ്ടർലൈൻ വേണമെങ്കിൽ അത് കളർ, ടെക്സ്റ്റ് കളർ, ഒരു കളർ ഇവിടെ കൊടുക്കാം. അങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇമേജ് ഇൻസേർട്ട് ഇമേജ്, ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഫോട്ടോസ്, നമ്മുടെ ഫോട്ടോ ഫോൾഡറിൽ ഉള്ള ഇമേജസ് ഒക്കെ ഇവിടെ കാണിക്കും. ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. അപ്പോൾ അവിടെ ഇമേജ് വന്നു.
പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അലൈൻമെൻറ്റ് നമ്മൾ മൊത്തം സെലക്ട് ചെയ്തു. അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്താൽ ഇവിടെ സെൻറ്ററിൽ അലൈൻ ചെയ്തു. അതുപോലെ നമ്പർ, ബുള്ളറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഫയലിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഡൗൺലോഡ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ്, നമ്മൾ വേർഡിലോ അല്ലെങ്കിൽ മറ്റു ഫയലുകളൊക്കെ ആയിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഉള്ള ഫയലുകൾ അതേപടി ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പബ്ലിഷ് ടു ദി വെബ്, ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മൾ ഈ കാര്യം നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിലൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ടൂളാണത്. അവിടെ നമുക്ക് ലൈവായിട്ട് അവിടെ കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ചൊരു വിശദമായ വീഡിയോ പിന്നീട് വരും. ഫോർമാറ്റ്, ഇൻസേർട്ട്, ടേബിളുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഡ്രോയിങ്, ചാർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫോർമാറ്റ്, പിന്നെ ഇവിടെ ഷെയർ ഉണ്ട്. ഇതിലൂടെ നമുക്ക് മറ്റ് സുഹൃത്തുക്കൾക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നമ്മളിവിടെ പേര് കൊടുക്കണം. ഇവിടെ അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റാണ്, ഒരു പേര് കൊടുക്കാം, ടെസ്റ്റ്, എന്നിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ നമ്മൾ ഒരാളെ ആർക്കാണോ ഷെയർ ചെയ്യണത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാം, സെൻഡ് കൊടുത്തു. അപ്പോൾ അതാൾക്ക് ഷെയറായി. അപ്പോൾ നമ്മൾ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊബൈൽ ഈ ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ ഡോക്ക് ഇതുപോലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോവാം. അവിടെ ഗൂഗിൾ ഡോക്ക് ഡോക്സ് ടൈപ്പ് ചെയ്യാം. അവിടെ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നു. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ മെയിൽ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. അവിടെ ആ മെയിൽ വന്നിട്ടുണ്ട്. സമദ് മയ്യേരി ഓൺലൈൻ ബൈ ടെസ്റ്റ് ഇൻവിറ്റേഷൻ ടു എഡിറ്റ് എന്ന് പറഞ്ഞ ആ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഫയൽ, ടെസ്റ്റ് ഫയൽ, ഓപ്പൺ ഇൻ ഡോക്സ്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഫയൽ ഇവിടെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് മീ യൂട്യൂബ് ചാനൽ സമദ് മയ്യേരി ഓൺലൈൻ അങ്ങനെ കാണിക്കുന്നു. ഇനി ഇതിവിടെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനൽ എന്നുള്ളത് അവിടെ അങ്ങനെ ഒഴിവാക്കി. ഈ ചിത്രം അത് ഒഴിവാക്കി. അപ്പോൾ നമുക്കിവിടെ ലൈവായിട്ട് തന്നെ അത് അവിടെ പോയതായി കാണാം. നമ്മുടെ ഫയലിൽ, നമ്മുടെ മാസ്റ്റർ ഫയലിൽ അതപ്പം തന്നെ അവിടെ ഒഴിവായി പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റം അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്തു. ഞാനവിടെ വേറൊരു പിക്ചർ ആഡ് ചെയ്തു. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് ആഡ് ഈ പ്ലസ്സിൽ വെച്ചാൽ, പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ലിങ്കുകൾ, ടാബിൾ, ഇതൊക്കെ ആഡ് ചെയ്യാം. ഇമേജസ്, ഫോട്ടോസ്. അപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ഫോൾഡർ സെലക്ട് ചെയ്തു. ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. അത് ഞാൻ ആ ഫയലിലേക്ക് ആഡ് ചെയ്തു. ഉടനെ നമ്മുടെ മാസ്റ്റർ ഫയലിൽ, കമ്പ്യൂട്ടർ ഫയലിൽ ഇവിടെ വന്നു. ആ മാറ്റം ഇവിടെ കാണാം.
ഇനി ഞാൻ കമ്പ്യൂട്ടറിൽ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഓൺലൈൻ കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിവിടെ മൊബൈലിൽ ഇവിടെ നമുക്കും കാണാം. മൊബൈൽ നമ്മൾ ഷെയർ ചെയ്ത ആൾക്കും അവിടെ കാണാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റർ എന്നുണ്ട്. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്ന ആൾക്ക് നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വ്യൂവർ മാത്രമാണെങ്കിൽ ഷെയർ ചെയ്യുന്ന ആൾക്ക് അത് കാണാൻ മാത്രമേ പറ്റുള്ളൂ, അതിലൊന്നും തൊടാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഡോക്സ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.